ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അടിപൊളി ഒരു ബിരിയാണി റേഷനരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രാവശ്യം. പിന്നെ ഞാൻ കുറേ പാത്രങ്ങളും ഇതൊക്കെ വാങ്ങിക്കാൻ പോയി. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് കപ്പ ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് ദിവസമായി. അപ്പോൾ അതങ്ങോട്ട് ചിലവാവണില്ല. അപ്പോൾ ഞാൻ വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കപ്പയും മീനുണ്ടെങ്കിൽ മീനാവാറ് പതിവ്. സാധാരണ പൂച്ചകളുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ശനിയാഴ്ച മീൻ വാങ്ങിപ്പിക്കും. ഇന്നിപ്പോൾ പൂച്ചകളില്ലാത്ത കാരണം വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പിന്നെ ശ്രീകുട്ടനും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം ഫുഡിന് വലിയ ചിലവില്ലാത്തതുകൊണ്ട് അങ്ങനെ നിർബന്ധിച്ചില്ല. പിന്നെ വേവിച്ചിങ്ങനെ കടുക് പൊട്ടിച്ച് മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് കഴിക്കില്ലേ, അങ്ങനെയാണ് കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഒരു മുട്ടയും കൂടിയും കഴിച്ചു. പിന്നെ ചായയും കൂടി വെച്ച് അങ്ങനെ അത് കഴിച്ചു. പിന്നെ അങ്ങനെ വേറെ ചോറ് വയ്ക്കാനായിട്ടൊന്നും നിന്നില്ല. ബിരിയാണി വയ്ക്കുമ്പോൾ ഇനിയിപ്പോൾ ചോറ് വയ്ക്കണില്ല. ആദ്യമൊക്കെ ചോറും കറി അങ്ങനെ വേറെ സെപ്പറേറ്റും ഒക്കെ വയ്ക്കണമായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊന്നും വേണ്ട. നല്ല ഭംഗിയുള്ളൊരു ദിവസമാണ്. പിന്നെ ചേട്ടൻ പോയി പപ്പായ പൊട്ടിച്ച് അതും കൂടി ഒന്ന് മുറിച്ചൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരമൊക്കെ എനിക്ക് കുറച്ച് ക്ലീനിങ് വർക്കുകളുണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്യാനായിട്ട് നിന്നില്ല. പിന്നെ ചിക്കൻ വാങ്ങിച്ചു വന്നു. പിന്നെ എഡിറ്റ് ചെയ്യാനും അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചേട്ടൻ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ചിക്കൻ ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു. ശ്രീകുട്ടൻ അവിടെ ബിരിയാണി ഇതൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇവിടെ ഒരു സമാധാനമായിരുന്നു. ശ്രീകുട്ടൻ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ വന്നിട്ടുള്ള വ്ളോഗ് ഞാൻ അടുത്ത വ്ളോഗായിട്ട് ഇടാം. ഇതിൽ എന്തായാലും ശ്രീകുട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പക്ഷേ ഈ ബിരിയാണിയും ഇതൊക്കെ ശ്രീകുട്ടന് കിട്ടിയിട്ടോ. പിറ്റേ ദിവസമാണ് വന്നത്. അപ്പോൾ അങ്ങനെ ചിക്കൻ അവിടെ പാത്രത്തിലാക്കി വെച്ച് അരി ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെച്ചു. റേഷൻ അരി അത്യാവശ്യം വേവുണ്ടാവുമല്ലോ. ബിരിയാണി അരി വെച്ച് സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം വേവുള്ള അരിയാണല്ലോ റേഷൻ അരി. അപ്പോൾ ചേട്ടൻ എല്ലാതും അരിഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അരിയാനുള്ളതൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. അപ്പം ഞാൻ മല്ലിയില ഉണ്ടല്ലോ, അതെടുത്ത് കുറച്ച് കഴുകി റെഡിയാക്കാണ്. ചേട്ടൻ മല്ലിയില എടുക്കാന്ന് വെച്ചാൽ ഫുള്ളായിട്ട് എല്ലാതും എടുക്കും. അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ അങ്ങനെ മല്ലിയില എടുത്ത് കഴുകി അതും കൊണ്ടും കൊടുത്തു. ബാക്കിയുള്ളതൊക്കെ ചേട്ടൻ അരിയാനായിട്ട് നിന്നു. ആ ഒരു സമയം കൊണ്ട് ഞാൻ ചിക്കൻ കഴുകി റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ചിക്കൻ ചേട്ടൻ കഴുകിയ അത്ര റെഡി ആവില്ല. പക്ഷേ ഇത് അരിയിൽ ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അരിഞ്ഞ് നമുക്ക് തരും. അപ്പോൾ പിന്നെ പറ്റണ പണി ചെയ്യിപ്പിക്കുക, അത്ര തന്നെ. അങ്ങനെ ചിക്കൻ ഇത് റെഡിയാക്കി ഞാൻ കുക്കറിലിട്ട് ആദ്യം ഒന്ന് വേവിക്കുന്നുണ്ട്. ഒറ്റ വിസിൽ കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് ആദ്യം തന്നെ ഇത്തിരി നെയ്യ് ഒഴിച്ചു. വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഇത്തിരി ഓയിലോ ഡാൽഡയോ ഒക്കെ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ഞാൻ നെയ്യ് മാത്രമേ ഒഴിച്ചുള്ളൂ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്ത് മാറ്റി വെച്ചു. നെയ്യിലാണല്ലോ അത് വറക്കേണ്ടത്. അപ്പോൾ അത് കാരണം കൊണ്ട് അതന്നെ മാറ്റി വെച്ചു. സവോള ഞാൻ സെപ്പറേറ്റ് വറക്കാമെന്ന് വിചാരിച്ച് ഇത് മാത്രം വറുത്തെടുത്തു കേട്ടോ. പിന്നെ മസാലകൾ ഇട്ട് കൊടുത്തു അതിലേക്ക്. പിന്നെ സവോള, പിന്നെ നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ എല്ലാതും ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പകുതി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ. ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുത്ത് എങ്ങനെ അരിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്കത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു പോകാനുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെ അരിഞ്ഞാലും വിരോധമൊന്നുമില്ല. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തു. പിന്നെ ഞാൻ ഇത്തിരി പൊടികളായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇത്തിരി കുരുമുളക് പൊടിയും കൂടിയും ചേർത്തു കേട്ടോ. അല്ലാണ്ട് ചുമന്ന മുളക് പൊടി ഒന്നും ചേർത്തില്ല. എന്നുവെച്ചാൽ ബിരിയാണിക്ക് കളർ ഉണ്ടാവണമല്ലോ. നല്ല മഞ്ഞ കളർ അല്ലെങ്കിൽ വെള്ള കളറൊക്കെ ആണല്ലോ ബിരിയാണിക്ക് ഭംഗി. ചുമന്ന കളർ അത്ര ഭംഗി ഉണ്ടാവില്ല. അതിലേക്ക് ഞാൻ ചിക്കൻ ആദ്യം ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒറ്റ വിസിലടിച്ചു കേട്ടോ. ഒരു കപ്പ് കണക്ക് പറയുന്നത് വെച്ചാൽ ഒരു കപ്പൊക്കെ ഉണ്ടാവും വെള്ളം ഒഴിച്ചത്. അതിന് കൂടുള്ളോ കുറയില്ല കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞാൽ ശരിയാവില്ല. റേഷനരി നമുക്ക് പല വേവല്ലേ കിട്ടുക. പക്ഷേ എനിക്ക് ആ ഒരു അരി കണ്ടു കഴിഞ്ഞാൽ ഏകദേശത്തെ വേവും ഏകദേശം വെള്ളം മനസ്സിൽ അറിയാം. അത് കാരണം കൊണ്ടാണ് ഞാൻ കേട്ടോ അങ്ങനെ പറയാൻ. അല്ലാത്തൊരു എടുത്തിട്ട് നമ്മൾ അളന്നിട്ട് വേണം എടുക്കാനായിട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്തിരി വെളിച്ചെണ്ണ, ഇത്രയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് തൈരും കൂടി ചേർത്ത് ഒരു ഗ്രേവി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചു. തൈര് ചേർക്കുമ്പോൾ ചിക്കൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് നാരങ്ങ നീര് ചേർക്കണതിൽ കുറച്ചും കൂടി ഇഷ്ടം തൈര് ചേർക്കുന്നതാണ്. ഹെൽത്തി അല്ല എന്നൊക്കെ പറയും. പിന്നെ ഒരു പാത്രത്തിൽ വേറെ ഞാൻ സവോള ഫ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. അതപ്പോൾ തന്നെ എയർ അങ്ങോട്ട് കളഞ്ഞ് തുറന്നു. എന്നിട്ട് നമ്മുടെ ഈ മസാല റെഡിയാക്കി വെച്ചിട്ടില്ലേ അതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ അത് എടുക്കണമെന്നൊക്കെ ഒന്ന് സൂക്ഷിച്ച് വേണം. ചിക്കൻ ആയതുകൊണ്ട് ഒറ്റ വിസിലടിച്ചാലും നന്നായിട്ട് വേവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് എടുത്തിട്ട് വേണം നമ്മൾ ഈ ഗ്രേവിയിലേക്ക് ഇടാനായിട്ട്.
അത് അതിലിട്ട് വെച്ച് ഒന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചില്ലേ, ആ അരി നമുക്ക് ഊറ്റിയിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് തന്നെ ഗ്രേവിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്ത് ഒറ്റ വിസിലടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അരിയുടെ മുകളിലാണ് വെള്ളം നിൽക്കേണ്ടത്. അതൊക്കെയാണ് എൻ്റെ ഒരു കണക്ക്. തീരെ അറിയാത്തവർ ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുത്ത് അളന്നിട്ടൊക്കെ ഒഴിക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഇതെല്ലാം ചിക്കൻ ആ ഗ്രേവിയിലേക്ക് ഇട്ട് ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങനെ എന്താ പറയുക വിട്ടു പോവില്ലല്ലോ, അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്തു കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാറിയിട്ട് ചെയ്താൽ മതി, അപ്പോൾ ചിക്കനൊന്നും വിട്ടു പോവില്ല. അങ്ങനെ എല്ലാതും മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിൽ നമ്മൾ ഉള്ളി ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു, അതിലേക്ക് തന്നെയാണ് ചിക്കനായിട്ട് വെച്ചത്. അപ്പോൾ ആ ഉള്ളിയിൽ കൂടി ടേസ്റ്റ് നമ്മുടെ ചിക്കനിലേക്ക് വരും കേട്ടോ. അപ്പോൾ അത് കാരണം നല്ല ടേസ്റ്റാണ്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴായാലും ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് നമ്മൾ ബിരിയാണിയിൽ ഒഴിക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ വെച്ച് അത് വറക്കാനായിട്ട് ഫുള്ളായിട്ട് വെച്ച് പിന്നെ വേറൊരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചും കണ്ട് ഞാൻ സവോള, തക്കാളി, പച്ചമുളക് അങ്ങനെ എല്ലാതും പിന്നെ നമ്മൾ മറ്റേ ഇട്ടില്ലേ ഗ്രേവി, മുളക് പൊടി അല്ലല്ലോ, പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിയിലയും എല്ലാതും കൂടി ക്രഷ് ചെയ്ത ആ ഒരു മിക്സും കൂടി അതിലിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ ബാക്കി ഗ്രേവി ഉണ്ട് കേട്ടോ. ആ ഗ്രേവി മാത്രം ഞാൻ മസാലപ്പൊടികളായിട്ട് ഉപയോഗിച്ചിട്ടുള്ള, വേറെ മസാലപ്പൊടികളായിട്ട് ഇട്ടില്ല. അപ്പോൾ സവോളയും തക്കാളിക്ക് അത്യാവശ്യം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഈ ഗ്രേവിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി ഒരു കറുത്ത കളറാവണ വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഗ്രേവി എങ്ങനെ അടിപൊളിയാവണോ അതുപോലെ തന്നെയായിരിക്കും നമ്മൾ ചിക്കനും. ആ ഗ്രേവിയിലത്തെ ഇതാണല്ലോ അങ്ങോട്ട് പോണത്. ചിക്കൻ വറുത്തതിൻ്റെ ബാക്കിയുള്ള ആ ഒരു പൊട്ടും പൊടിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ടു. ആ ഒരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒട്ടയണം കേട്ടോ അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒട്ടഞ്ഞ് കിട്ടണം നമുക്ക് ഈ ഗ്രേവി മസാലയൊക്കെ. അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചേക്കണ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി തൂക്കി മൂടി വെച്ച് കുറച്ചധികം നേരം വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ ഉള്ളിലേക്ക് പിടിക്കൂലോ, പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായി. ഇനി ബിരിയാണി എന്തായി നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടിരിക്കുന്നുണ്ട്. അതും ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തത്. കയ്യിലൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ബിരിയാണി അരി ആയാലും റേഷൻ അരി ആയാലും എന്ന് പറയുന്നത് വലിയ വേവുള്ള ഒരു അരിയൊന്നുമല്ലല്ലോ. അതങ്ങനെ തന്നെ ഞാൻ ബേസനിലേക്ക് തട്ടി പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോള ഫ്രൈ ആക്കിയതും മല്ലിയിലും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് അലങ്കരിച്ച് വെച്ചു. അപ്പം അത് കഴിക്കേണ്ട പരിപാടി മാത്രം നമുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയിരുന്ന് കഴിച്ചു. പിന്നെ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു, തൈര് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവരപ്പോഴേക്കും ഊണ് കഴിച്ച് തുടങ്ങി. ഞാനും കൂടി വന്നിരുന്ന് അങ്ങനെ അത് ഫില്ലായി. ആയത്തിന് പിന്നെ എന്തൊക്കെയോ കൂടി അതിൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞാൽ അച്ചാറും തൈരും അതും ഇതൊക്കെ അവന് വേണം കേട്ടോ. തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരാവശ്യത്തിന് അവൻ എന്തായാലും എഴുന്നേറ്റ് പോകും നമ്മൾ ചോറൊക്കെ ഉണ്ണാനായിട്ട് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ. അത് ഇന്നത്തെ ഒരു ശീലമാണ് കേട്ടോ. വിളിക്കുമ്പോൾ അപ്പം തന്നെ ഓടി വരില്ല. ഞങ്ങളിരുന്ന് കഴിച്ചു. അവൻ്റെ പതുക്കെ സാവധാനം പോലെ വരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ മാളിലേക്ക് ഒന്ന് പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ആഴ്ച ഞാൻ കുറേ നട്ട് വെച്ച ചെടികളൊന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ ഒക്കെ ഒരു നല്ലൊരു അടിപൊളി വീഡിയോ എടുത്തതായിരുന്നു. പക്ഷേ വീഡിയോ ഒക്കെ ഡിലീറ്റായി പോയി. കുറച്ചധികം ചെടികളുണ്ട്. അപ്പോൾ ആ കുഞ്ഞു ചെടിയിൽ ടട്ടിൽ വെയിൻ അങ്ങനെ എന്തോ ആണ് പറയുക. അതൊക്കെ വെറുതെ കട്ട് ചെയ്ത് നമ്മൾ ആ മണ്ണിലേക്ക് ഇട്ടാൽ മതിയിട്ട് അത് വേരൊക്കെ പിടിച്ച് നല്ല ഉഷാറുള്ള ചെടിയായി മാറും. അതിൽ ഒരു ചെടി നല്ല ഉഷാറായിട്ടുണ്ട്, ഒരെണ്ണം അത്ര പോരാ. ബാക്കിയുള്ളതൊക്കെ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ ഡെയിലി രാവിലെ പോയി വെള്ളമൊഴിക്കും. ചീരയുടെ അടുത്ത് തന്നെ കൊണ്ടുവച്ചതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ചീരയ്ക്ക് വെള്ളമൊഴിക്കുമ്പോൾ ചെടിക്ക് വെള്ളമൊഴിക്കുന്ന കാര്യം ഓർക്കുമല്ലോ, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കാട്ടി തന്ന് ഞങ്ങൾ മാളിലേക്ക് പോവാണ്. മാളിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ മാതിരി നല്ല തിരക്കുണ്ടായിരുന്നു. എന്നുവെച്ചാൽ പെരുന്നാളുകളാണല്ലോ ഈ ഒരു ദിവസങ്ങൾ, പെരുന്നാൾ നിറയാണ്. അപ്പോൾ പുത്തൂർ പള്ളിയിൽ പെരുന്നാളായിരുന്നു. അപ്പം ഇതിൻ്റെ പാട്ടൊന്നും ഞാൻ ഇട്ടില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് കോപ്പിറൈറ്റ് വരും. പിന്നെ കുറേയൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെയൊക്കെ ഇടാണെങ്കിൽ ഇടാം. പക്ഷേ ഞാൻ അത്രയ്ക്കും കൂടെ റിസ്ക് എടുക്കാനായിട്ട് പോയില്ല. അപ്പോൾ പോണ വഴിക്ക് ഇതാ പടക്കം പൊട്ടിക്കലും കമ്പത്തിരി കത്തിക്കലും മെശപ്പ് കത്തിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇതാ ഒരാൾ ഒരു ചക്കനെ ബൈക്ക് കുത്തിക്കയറ്റി ഒരാൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു. വഴക്കാവാൻ പോയപ്പോഴേക്കും വേറെ ചേട്ടൻ വന്ന് ഇടപെട്ട് കണ്ടിട്ട് അതൊക്കെ സോൾവ് ചെയ്ത് വിട്ടു. നമ്മളിതാ അങ്ങനെ മാളിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നല്ല പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. റിപ്പബ്ലിക് ഡേ ആയിരുന്നു അന്ന്, 26-ാം തീയതിയാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത്. അതും ഞാൻ പാട്ടിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് കോപ്പറേറ്റ് വരുന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ റിപ്പബ്ലിക് ഡേയുടെ ചക്രമൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഡാൻസില്ല പാട്ടൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ ഞങ്ങൾ വെറുതെ ഒന്ന് കറങ്ങി എല്ലാ തുണിക്കടകളിലൊക്കെ കയറി നമുക്ക് പറ്റിയതുണ്ടെങ്കിൽ എടുക്കാമല്ലോ. കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് 300 രൂപയ്ക്ക് പറ്റിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് 2 വാങ്ങിച്ചതല്ലേ, ഇനി ചേട്ടന് വാങ്ങിച്ചിട്ട് എനിക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് മിണ്ടാട്ടിരുന്നു. ചേട്ടനോട് വാങ്ങിച്ചോളാനൊക്കെ പറഞ്ഞു, ഞാനങ്ങനെ വാങ്ങിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും താഴത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ലുലു വരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഏരിയ ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഗ്ലാസ് ജാറുകളും എന്താ പറയുക, അടുക്കളയിലേക്ക് വേണ്ട എല്ലാ പാത്രങ്ങളും. നമുക്ക് സ്ത്രീകൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു കൊതിയാണല്ലോ. ഉപയോഗിക്കില്ലെങ്കിലും വാങ്ങിച്ചു കൂട്ടി അത്രയും സന്തോഷമാണ്. അപ്പോൾ പലതരം ഗ്ലാസ്സുകളും ഏത് തരം വേണമെങ്കിലും ഇനി ഇവിടെ വന്നെടുക്കാം. അതുപോലെ സോസ് പാനുകളും കാസറോളുകളും ഇഷ്ടം പോലെ തരത്തിലുള്ളതാണ് കേട്ടോ. നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും അന്വേഷിച്ചെടുക്കാം. എനിക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് പോരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. മായാലോകത്ത് എത്തിയപ്പോലെയായിരുന്നു. അത്ര ഭംഗിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിൻ്റെ ആവും ഇതിലത്ര ഭംഗി പോരാ, പക്ഷേ അവിടെ നല്ല രസമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാതും ഒതുക്കി വെച്ച് ചെടിച്ചട്ടിയും പാത്രങ്ങളും എല്ലാതും ഇല്ലാത്തതൊന്നും ഇല്ല എന്ന് പറയണ പോലെ ആയിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. പുത്തൂർ പള്ളിയിൽ കയറാമെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ വേണ്ട, വെട്ടുകാട് പള്ളിയിൽ കയറാമെന്ന് പറഞ്ഞു പോയപ്പോൾ പുത്തൂർ പള്ളിയായിരുന്നു കേട്ടോ വലുത്. വെട്ടുകാട് അത്ര പോരാ, അത്ര അങ്ങോട്ട് നമ്മൾ കയറുമ്പോൾ അത്ര അങ്ങോട്ട് വലുപ്പം തോന്നണില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒക്കെ നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പുത്തൂർ പള്ളിയിലാണ് പരിപാടി കൂടുതലായിട്ട് തോന്നിയത്. പിറ്റേ ദിവസം ഉണ്ടായിരുന്നു കേട്ടോ ഗാനമേളയൊക്കെ. പിന്നെ ബജ്ജിയാണ് വാങ്ങിച്ച് കഴിച്ചത്. ചേട്ടൻ ഐസ്ക്രീം കഴിക്കുന്നതായിരുന്നു, എനിക്ക് ബജ്ജി കഴിക്കുന്നതായിരുന്നു. അങ്ങനെ ബജ്ജി വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ആദ്യത്തിന് കോളിഫ്ലവർ വറുത്ത് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ തൃശ്ശൂർ എക്സിബിഷന് കിട്ടണതിൻ്റെ ഒരു പകുതി പോലും ടേസ്റ്റ് ഇതിനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഹാപ്പി ആയിട്ട് കാണാം. ഓക്കെ, ബൈ.